നമ്മൾ ഇന്നിവിടെ ഇപ്പോൾ ഞാൻ സംസാരിക്കാനായിട്ട് വന്നിട്ടുള്ളത് ഒരു നമ്മൾ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, LSGIയുടെ അല്ലെ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള പഞ്ചായത്ത് ബ്ലോക്ക് തലത്തേക്കുള്ള സെക്രട്ടറി ലെവലിലേക്കുള്ള ഒരു ഗസറ്റഡ് പോസ്റ്റാണ്, നല്ല പോസ്റ്റാണ്. അതിലേക്കുള്ള ഒരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിരുന്നു. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ കുറെ ആളുകൾ അതിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കോഴ്സ് ലോഞ്ച് ചെയ്തത് മുതൽ അല്ലെങ്കിൽ അതിന് മുമ്പ് മുതൽ നമ്മൾ ഇട്ട വീഡിയോയുടെ അടിയിൽ ഒക്കെ വരുന്ന ഒരു ചോദ്യങ്ങളിൽ ഒന്നായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് എന്താണ്, എവിടെ നിന്നാണ് ഇത് ശരിക്കും പഠിക്കേണ്ടത്, പുസ്തകങ്ങൾ എവിടെ നിന്ന് കിട്ടും എന്നൊരു ചോദ്യം നമ്മൾ തുടർച്ചയായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. സോഴ്സ് എവിടെയാണ്, എവിടെ നിന്നാണ് ഇത് പഠിക്കാൻ പറ്റുക എന്ന ചോദ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നേരം നമ്മൾ മറുപടി പറയാണ്ടിരിക്കാനുള്ള കാരണം അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയായിട്ട് ഒരു പുസ്തകം എന്നതില്ല എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് കൂട്ടുകാരോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, സെക്കൻഡ് പേപ്പർ, 2 പേപ്പറുകളാണ് മെയിൻസ് എക്സാമിനുള്ളത്. നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, സിലബസ് എന്താണെന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. 2 പേപ്പറുകളാണ്, പേപ്പർ 1ഉം പേപ്പർ 2. പേപ്പർ 1 നമുക്കറിയാം എന്താണ്, കോമൺ ആയിട്ടുള്ള ഇത്രയും കാലം നമ്മൾ PSCയുടെ എക്സാമിന് പഠിക്കുന്നുണ്ടായിരുന്ന അതേ വിഷയങ്ങളാണ്. പേപ്പർ 2ലാണ് റൂറൽ ഡെവലപ്മെന്റ്, ഇന്ത്യൻ പൊളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള, ഇന്ത്യൻ എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ, അതുപോലെ തന്നെ ഗവേണൻസ്, റൂറൽ ഗവേണൻസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഈ രീതിയിലുള്ള പുതിയതായിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കയറി വന്നിട്ടുണ്ട്. അത് മെയിൻ പേപ്പറാണ്. 100 മാർക്കിന്റെ തന്നെ ഉള്ള ഒരു സെക്കൻഡ് പേപ്പർ ആയിട്ടാണ്. സ്പെഷ്യൽ ടോപ്പിക് എന്നോ പേപ്പർ 2 എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ളത്. ഒഫീഷ്യലായിട്ട് പേപ്പർ 2 എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ ഇതിൻ്റെതായിട്ടുള്ള ഭാഗങ്ങൾ എവിടെ നിന്ന് പഠിക്കണം എന്നാണ് കൂടുതൽ അന്വേഷണങ്ങളായിട്ട് നമുക്ക് മെസ്സേജുകളായിട്ട് വരുന്നത്. ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, ഒരു പുസ്തകമായിട്ടില്ല എന്ന് തന്നെയാണ് ശരി. നമ്മൾ ഇപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്, എന്താണ് അതിന്റെ സോഴ്സ് എന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും കോഴ്സ് എടുക്കാൻ താല്പര്യമില്ല, ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്തതാണ്, ചിലർക്ക് അങ്ങനെ ഉണ്ടാവും, വായിച്ച് മനസ്സിലാക്കി പഠിക്കുക, അല്ലാണ്ട് ഒരു ക്ലാസ് കേൾക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് അങ്ങനെ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. അല്ലെങ്കിൽ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതിന്റെ സോഴ്സ് നോക്കിയിട്ട് കൂടി വായിക്കണം എന്നുള്ള ആളുകളും ചിലപ്പോൾ ഉണ്ടായേക്കാം, അവർക്ക് വേണ്ടി പറയുകയാണ്. നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു വളരെ സ്കാറ്റേർഡ് ആയിട്ടാണ് ഇതിന്റെ ഇൻഫർമേഷൻസ് കിടക്കുന്നത്. ഇപ്പോ ഒരു ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇറക്കണം വെച്ചാൽ, ഞാൻ എന്റെ പേര് പറയുന്നില്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇറക്കുന്ന ഒരു ഗൈഡിന്റെ അവസാനമായിട്ട് ഞാൻ ഈ പോർഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഞങ്ങളിപ്പോൾ ക്ലാസ്സിന് ആദ്യം ഉപയോഗിച്ച വൺ ഓഫ് ദ മെയിൻ സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നോന്റെ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഉള്ളിൽ ചില ഡേറ്റാപരമായിട്ടുള്ള ചില മിസ്റ്റേക്കുകൾ ഇടയ്ക്ക് കയറി കൂടിയിട്ടുണ്ട്. നമ്മളപ്പോൾ അത് കമ്പയർ ചെയ്യും. എന്തുമായിട്ട് കമ്പയർ ചെയ്യും? നമ്മൾ ഗവൺമെന്റ് സൈറ്റുകളായിട്ട് കമ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൽ നമ്മൾ ഇതുപോലെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ് എടുത്തിരുന്നു അല്ലെ. അതിൽ 2-3 സ്ഥലങ്ങളിൽ ചെറിയ എററുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഉടനെ തന്നെ നിങ്ങൾ തന്നെ ചിലർ പറഞ്ഞു, ചിലത് നമുക്ക് തന്നെ തിരുത്താൻ പറ്റി. അത് ഈ കമ്പാരിസണിലൂടെയാണ് തിരുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പേപ്പറിലും ഇഗ്നോന്റെ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള പഠനങ്ങൾക്ക് ഇഗ്നോയിൽ ഉപയോഗിക്കുന്ന റൂറൽ ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഗവേണൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് നോക്കാൻ സാധിക്കുന്നുണ്ട്? ഡേറ്റ വളരെ കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ രണ്ടാമത് നോക്കുകയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇഗ്നോ കഴിഞ്ഞിട്ട് പിന്നെ നോക്കുന്ന സമയത്ത് ഗവൺമെന്റിന്റേതായിട്ടുള്ള ചില സൈറ്റുകളിൽ നിന്ന് നമുക്ക് റൂറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ചില ഡേറ്റകൾ നമുക്ക് അവൈലബിൾ ആകുന്നുണ്ട്, സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് NCERTയുടേതായിട്ടുള്ള 11ാം ക്ലാസ്സിലെയും മറ്റ് പല ക്ലാസ്സുകളിലെയുമായിട്ടുള്ള റൂറൽ ഡെവലപ്മെന്റ്, അതിന്റെ പ്രിൻസിപ്പിളുകൾ, അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചിലയിടങ്ങൾ NCERT പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും പോയി തപ്പാൻ പറ്റുന്ന സ്ഥലമാണ് UPSC റിലേറ്റഡ് ആയിട്ടുള്ള സൈറ്റുകൾ അല്ലെ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ. അപ്പൊ UPSC റിലേറ്റഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള കുറെ അധികം ഏജൻസികൾ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അവരുടേതായിട്ടുള്ള സൈറ്റുകളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡേറ്റകൾ എടുത്തിട്ട് ക്ലാസ്സുകൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിനും അപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ അധികം ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ, പേപ്പറുകൾ പലരും ഇറക്കിയിട്ടുണ്ട്. PDF-കളായിട്ടും PPT-കളായിട്ടും അവയും അവൈലബിൾ ആണ്. അവയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാറുണ്ട്. അപ്പൊ ഈ രീതിയിൽ വിവിധങ്ങളായിട്ടുള്ള ഇടങ്ങളിൽ നിന്ന് നമ്മൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് തരുന്നത്, ക്ലാസ്സുകൾ തരാനായിട്ട്. ഞാൻ മാത്രമല്ല, അല്ലെങ്കിൽ നമ്മളെ അക്കാഡമിക്സ് മാത്രമല്ല, എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് സോ. അവർക്കൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഇൻഫർമേഷൻ കിട്ടാനുള്ള സാധ്യത നിലവിൽ അങ്ങനെയാണുള്ളത്. പിന്നെ ചില ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ചില പുസ്തകങ്ങളുടെ അവസാനത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത് കണ്ടു ഇൻഫർമേഷൻസ്. ഞാൻ വായിച്ചു നോക്കിയ സമയത്ത് അത് ഇഗ്നോയിലെ തന്നെ കാര്യങ്ങൾ മലയാളത്തിലേക്ക് മാറ്റിയതായിട്ടാണ് കണ്ടത്. അത് മോശമാണെന്ന് പറയല്ല, തീർച്ചയായിട്ടും അത് നോക്കാൻ പറ്റും. അത് മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ്, നോക്കിയിട്ട് ചെയ്യുക, നിങ്ങൾ അതിന് തീരുമാനിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രീതിയിൽ വിവിധങ്ങളായിട്ടുള്ള ഇടങ്ങളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇൻഫർമേഷൻ എടുക്കുന്നത്. നിങ്ങളും ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഡേറ്റ എപ്പോഴും ഡൈവേഴ്സിഫൈ ചെയ്ത് ഓരോ സ്ഥലങ്ങളിൽ നിന്നും എടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്, അതാണ് നല്ലത് തോന്നുന്നു. കാരണം നമുക്ക് ഇതിനു മുമ്പ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ അങ്ങനെ ചെയ്തപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ അവസാനം കണ്ട സമയത്ത് അതിൽ നിന്ന് നമ്മൾ ആ രീതിയിൽ നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റയിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട്
അങ്ങനെയാണ് ഇവരും ഇപ്രാവശ്യം ക്വസ്റ്റ്യൻസ് ഇടുക എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ രീതിയിലുള്ള പ്രിപ്പറേഷനാണ് നല്ലത് എന്ന് തന്നെ നമുക്ക് നേരത്തെയുള്ള ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഒരു പുസ്തകം ചോദിച്ചാൽ എനിക്ക് ഒരു പുസ്തകം പറഞ്ഞു തരാനായിട്ട് ഒരു ഉത്തരമില്ല. ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇഗ്നോന്റെയിൽ ഈ കാര്യങ്ങളുടെ എല്ലാ ഹെഡിങ്ങുകളിലുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. UPSC മെറ്റീരിയൽസ് നിന്ന് നമുക്ക് സാധനങ്ങൾ കിട്ടുന്നുണ്ട്, ഗവൺമെന്റ് സൈറ്റുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ നേരത്തെ തന്നെ ഇത്തരം പേപ്പറുകൾ ചെയ്ത ആളുകൾ ഒപ്പം തന്നെ NCERTയുടെ ചില ടെക്സ്റ്റ് ബുക്കുകളിലെ ചില പാഠഭാഗങ്ങളിലും റൂറൽ ഡെവലപ്മെന്റും മറ്റു കാര്യങ്ങളും പൊളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ളത്, ഇന്ത്യൻ എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് ഈ ഗവേണൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് കിടക്കുന്നത്, സോഴ്സുകൾ കിടക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ചോദ്യത്തിന് ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം. ഒരു സ്ഥലത്തായിട്ടില്ല, പലയിടങ്ങളിലായിട്ടാണ് ഉള്ളത് എന്ന് കൂട്ടുകാർ ചെയ്യുക, മനസ്സിലാക്കുക. നിങ്ങൾ അങ്ങനെ തന്നെ വായിച്ച് പഠിക്കണം, ഒരു കോഴ്സ് എടുക്കാനല്ല. നിങ്ങൾക്ക് അത് അവിടങ്ങളിൽ നിന്ന് വായിച്ച് പഠിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഈ രീതികളിൽ പോയി ഒന്ന് നിങ്ങൾ അതിനെ നോട്ട് തയ്യാറാക്കുന്നതായിരിക്കും നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളിൽ നിന്ന് മാത്രം പറയില്ല, നമ്മളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് ആദ്യം 2 ക്ലാസ് കണ്ടു നോക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കണ്ടിട്ട് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ചേരുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ക്ലാസ്സിൽ ചേർന്നുകൊണ്ട് നോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഏത് ക്ലാസ്സിലാണെങ്കിലും നിങ്ങൾക്ക് ചേരാം. ഓക്കെ ആണല്ലോ. സോഴ്സുകളുമായി ബന്ധപ്പെട്ടിട്ട് ഇതാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിന് പുറമെയുള്ള കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും നമ്മുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും എന്ത് ചെയ്യും, അത് ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, താങ്ക് യു എവരിവൺ ഫോർ വാച്ചിങ്. അടുത്ത ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം.